പറയുന്ന ഞങ്ങൾ കേട്ടില്ലേ? പെൻഷൻ കിട്ടിയ പൈസ ഇപ്പോ UDF വന്നാലും എനിക്ക് കിട്ടൂല. നിങ്ങൾ തന്നെ വരണോ? ഒരു കാര്യം മനസ്സാറിന് കൊടുത്തല്ലേ? മനസ്സാറിന് കൊടുത്തല്ലേ? അങ്ങനല്ലേ പറയുന്ന ഞങ്ങൾ കേട്ടില്ലേ? ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടോ? ഞാൻ പെൻഷന് ഓരോരോ നേതാക്കന്മാരൊക്കെ എത്തും, പിണറായിന്റെ എത്തും, വേറെ എല്ലാവരുടെ എത്തും. പെൻഷൻ കിട്ടിയിട്ട് മുപ്പരൊക്കെ എത്തുന്ന ഫോട്ടോ എടുക്കുന്നില്ല, അങ്ങനെ നിങ്ങൾ കളിക്കുന്നില്ലേ? അതേമാതിരി ഞാൻ സ്റ്റേജിന്മ കയറിയിട്ട് കളിച്ച മുപ്പരൊക്കെ എത്തുന്നു. ഞാൻ വേറെയുള്ള നേതാക്കന്മാരെല്ലാം കൂടി പറഞ്ഞ് അയാളെ എതിർത്ത് കൊടുക്കാൻ നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരുമെന്ന്. ഞാൻ അങ്ങനെ കൊടുത്ത് തിരിച്ചു തരികയും ചെയ്തു. നിങ്ങൾ എന്നെ കീസലിടിന്നും പറഞ്ഞു, കീസൽ വെച്ചിട്ടൊന്നും പറഞ്ഞില്ല. കീസലിട്ടെന്ന് ഞാൻ മനസ്സാറിന് കൊടുത്തല്ല. ഡെയിലി തെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത പണിയാണ്, അത് ചെയ്യണ്ടായിരുന്നു. നമ്മുടെ ഗോവിന്ദൻ സാറ് എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണുള്ള അവസ്ഥ. നേരത്തെ ബംഗാളികളെ കൊണ്ട് സിന്ത പഠിപ്പിച്ച് ഇപ്പോൾ ഇതേ പെൻഷൻ കാശ് സംഭാവന ചെയ്യുന്ന ഒരു പ്രവർത്തകൻ. നിങ്ങൾ തന്നെ എന്നാലും ഇത് കിട്ടുള്ളൂ എന്ന് പറയിപ്പിക്കുകയാണേ. നിങ്ങൾ ആ പെൻഷൻ തന്ന പൈസ ഒന്നും വേണ്ടാന്നൊരു പുകയിലേക്ക് തിരികെ വയ്ക്കുന്ന നല്ലവനായ നേതാവ് നമ്മുടെ ഗോവിന്ദൻ സാറ് എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണുള്ള അവസ്ഥ. നേരത്തെ ബംഗാളികളെ കൊണ്ട് സിന്ത പഠിപ്പിച്ച് നിങ്ങൾ തന്നെ എന്നാലും ഇത് കിട്ടുള്ളൂ എന്ന് പറയിപ്പിക്കുകയാണേ. അവസാനം പുള്ളിക്കന്നൊരു കുണ്ഠിതം തോന്നി. വേണ്ടായിരുന്നു, ഈ പൊല്ലാപ്പ് വേണ്ടത് എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പണിക്കുന്നത്, കാര്യം അഭിനയിച്ച് എന്തിനാണെന്ന് പുള്ളിക്ക് തോന്നി. എൻ്റെ പൊന്ന് നേതാക്കന്മാരെ, നിങ്ങൾ എന്തിനാണ് ഈ നാടകമൊക്കെ കളിക്കുന്നത്? നിങ്ങൾ നന്നായിട്ട് ഭരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്ത് നിങ്ങൾ ജയിക്കും. അല്ലാതെ ഈ കാലഘട്ടത്തിൽ ഈ സൈസ് ഈ നാടകമൊക്കെ എന്തിനാണ് ചെയ്യണത്? എല്ലാം പൊളിയല്ലേ, എല്ലാം ആവശ്യമുണ്ട്, ഉള്ള വില കളയുമല്ലേ? അല്ല പണ്ടേ മുതൽ തന്നെയാണ് നാടകം. ഞാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ചോദിക്കുന്നത്, എന്ത് ഈ കാലഘട്ടത്തിൽ ഈ സൈസ് ഗിമ്മിക്കായിട്ടൊക്കെ നിങ്ങൾ ഇറങ്ങുന്നുണ്ടല്ലോ. എൻ്റെ പൊന്നി കാണുന്ന നാട്ടെ, നിങ്ങൾ പറ, ഇതൊക്കെ എന്താണ് അവസ്ഥ? എന്താണ് കാലം? കഷ്ടം തന്നെ, ചിരിപ്പിച്ച് കൊല്ലൂര്.